ഹായ് ഗൈസ്, അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം വരൂ കോളേജ് ടൈമിൽ മുതലുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പിടിക്കണമെന്ന്. അതിനെ കോട്ടിട്ടൊക്കെ പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ 10 വർഷത്തെ ഒരു ഡ്രീമാണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എൻ്റെ ഒപ്പം അമലുണ്ട്, ജെസ്സി ഉണ്ട്, അമലിന്റെ വൈഫ് നീന ഉണ്ട്, ഇവിടെ ജെഫിനോട് അലൻ എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങള് തായ്ലൻഡിലേക്കാണ് പോകുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇപ്പൊ എത്തി. ഇപ്പൊ സമയം 8:20 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:10 അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എന്റെ ജെസ്സിയുടെയും ഹണിമൂൺ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങള് 1 വർഷത്തിന് ശേഷം പോകുന്ന ട്രിപ്പാണ്. ഹാപ്പി. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോകുന്ന എന്റെ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? ഞാൻ വളരെ നെർവസ് ആണ്. പിന്നെ നിങ്ങളെല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. ഓക്കെ, അലൻ എന്താ പറയാനുള്ളത്? എയർ ഹോസ്റ്റസ് എന്ത് കാണിക്കും? കൃത്രിമ ശ്വാസം നീ കൊടുക്കോ? ആണോ? ശരി എന്നാ നോക്കിയിരുന്നോട്ടാ. അങ്ങനെ ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചെക്ക് ഇൻ കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലൈറ്റ് ഓൺ ടൈം ആണെന്നാണ് പറഞ്ഞത്. എയർ ഏഷ്യയാണ്, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ട്. വേറെ ഹാപ്പിനെസ് ഒന്നുമില്ല, അത്രേ ഉള്ളൂ. എന്താണ് അമലിന്റെ 5 വർഷം പഴക്കമുള്ള അമലിന്റെ അരിപ്പ പോലത്തെ ഷട്ടി കൊച്ചിൻ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലെ എയർ ഏഷ്യ സ്റ്റാഫുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ മോർണിംഗ് ഒരു 4:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ആക്ച്വലി നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. എന്നാലും ട്രിപ്പ് പോണതിൻ്റെ ഒരു ഉത്സാഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ആക്ച്വലി. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു സിം എടുത്തു, ഈ ഫോണിനും പിന്നെ നെറ്റൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ടൂർലെക്സുകാർ അറേഞ്ച് ചെയ്ത സ്റ്റാഫ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിനകത്ത് നമ്മുടെ പേരൊക്കെ എഴുതിയ ഒരു ബോർഡൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ. ഇതാണ് തായ്ലൻഡ്. ഇത് കൊച്ചി മെട്രോ. മോനെ എന്താണിത്? ജോസ് പ്രകാശിന്റെ കോളസൊക്കെ. ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫ്രഷപ്പ് ആവാനായിട്ട് ഒരു ഹോട്ടലിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ശരിക്കും നാട്ടിൽ ലഞ്ച് കഴിക്കണതിൻ്റെ മെനുവാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇവിടെ ഇതിപ്പോൾ ഫ്രൈഡ് റൈസ്, ചിക്കൻ, ഇതെന്തൊരു സാലഡ്, നൂഡിൽസ്, സോസേജ്, പിന്നെ ഇത് നാട്ടിലെ രസ്ന കലക്കിയത്. രസ്ന എന്താണ് നമ്മളെ തായ്ലാൻഡ് സുന്ദരികളെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിചാരിച്ച അത്രത്തോളം ഇതുവരെ എത്തിയിട്ടില്ല. നല്ലൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. ഇതുവരെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു ഐറ്റത്തെ പോലും കണ്ടിട്ടില്ല. അതാ തൊട്ടപ്പുറത്ത് നോക്കൂ, ഒരു സുന്ദരി. അപ്പോൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലെത്തി. ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഒരു റൂം ഇവർ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇതാണ് റൂമിൽ നിന്നുള്ള വ്യൂ. കുഴപ്പമില്ല, നല്ല വെട്ടം വെളിച്ചുള്ളൊരു റൂമാണ്. ചെറിയ TV, പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആക്ച്വലി ടൂർലെക്സ് ഹോളിഡേയ്സ് വഴിയാണ് നമ്മുടെ ബാങ്കോക്ക് പട്ടായ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫുൾ കാര്യങ്ങളെല്ലാം ടൂർലെക്സാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ 4 ദിവസം എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ അടിപൊളിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തായ്ലാൻഡ് പട്ടായൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് കുറേ പാക്കേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തായ്ലൻഡ് പട്ടായൊക്കെ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടൂർലെക്സ് ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി.
പിന്നെ അപ്പം ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് റെഡി ആയിട്ട് എങ്ങടാ പോണേ? എയർപോർട്ട് ക്ലിൻറ്റനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എവിടെ ടൈഗർ ടോപ്പിയ. എനിക്ക് ടൈഗറിനെ ഭയങ്കര പേടിയാണ്. ഞാൻ മിക്കവാറും ടൈഗർ ടോപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കൂല. ഞാൻ പറഞ്ഞാൽ ജെസ്സിനോട് ഒറ്റയ്ക്ക് പോയിട്ട് ഫോട്ടോ കിട്ടിയിട്ട് നമുക്കത് ഫോട്ടോഷോപ്പൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം. എന്നെപ്പോലെ ആരെങ്കിലും ഈ ടൈഗറിനൊക്കെ പേടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യും. എനിക്കാരെങ്കിലും ഒരു കൂട്ട് വേണ്ടേ. അങ്ങനത്തെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കോട്ട് സെറ്റാണ് ആക്ച്വലി ജെസ്സി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തൊരു കോട്ട് സെറ്റ് ഉണ്ട്. പിന്നെ ജെസ്സി ഇപ്പം ഇട്ടേക്കുന്നത് എവിടുത്തെ കോട്ട് സെറ്റാ? സെൻട്രോ. നമ്മൾ സെൻട്രൽ സ്ക്വയർ ഇവിടെ എറണാകുളം പോയപ്പം കണ്ടിഷ്ടപ്പെട്ട് എടുത്തൊരു കോട്ട് സെറ്റാണ്. അപ്പം ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. ജെസ്സിക്ക് ഒരു വൈറ്റ് സ്പെക്സും എടുത്തിട്ടുണ്ട്. എന്നാ കൂളിംഗ് ഗ്ലാസ്. അപ്പം നമ്മളിപ്പം ടൈം ഇവിടുത്തെ 10 മണി ആവാറായി. അപ്പുറത്തെ റൂമിലൊക്കെ റെഡി ആയെന്ന് നോക്കാം. അമലേ റെഡി അല്ലേ? നീന റെഡി. അപ്പം ഇവര് സെറ്റാണ്. ഇനി ഒരു റൂമും കൂടി ഉണ്ട് നമുക്ക്. ജെഫിനെ സെറ്റ് അല്ലേ? അല്ലവിടെ അല്ല ഓൾ സെറ്റാണ്. മോനെ എണ ചേരാൻ വരും. മോനെ എണ ചേരാൻ എന്തായാലും വരുന്നത്. വരുത്തിക്കോ. അലൻ പട്ടിനെ മയക്കുള്ള കോൺഫറൻസിലാണ് പുലിനെ മയക്കാൻ പോകുന്നത്. ഇതിലൊക്കെ നടക്കും. ഇതാണ് ഞങ്ങളുടെ മയിൽ വാഹനം. പുള്ളിയാണ് അക്കുസോട്ടോ. അപ്പൊ അങ്ങനെ എന്താണ് പറയാനുള്ളത്? ഡേ 1 തുടങ്ങി. എന്തെങ്കിലും പറയടേ. നീയോടെ പഠിക്കാണ്. ആര്? ഞാൻ എനിക്ക് വ്ളോഗിങ് ഇഷ്ടമല്ല. ഇത് ഞാനൊരു വ്ളോഗർ അല്ല, അതാണ് എനിക്ക് വ്ളോഗ് ചെയ്യാൻ അറിയാൻ പാടില്ല. പക്ഷെ അതല്ല, 51 ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആണ്. നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ്. അതെ, ആരോടും മെരക്കാതെ 51 സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ ഇന്ന് ഡേ 1. ഇന്നത്തെ പരിപാടികള് നമ്മൾ ടൈഗർ പാർക്കിൽ പോകുന്നു, അൽക്കസർ ഷോ കാണുന്നു, റൂമിലേക്ക് ലേഡി ബോയ്സിന്റെ ഒപ്പം ഫോട്ടോ എടുക്കുന്നു. അതെ, അതിനുവേണ്ടി മാത്രം. അതെ, പിന്നെ നമ്മൾ റൂമിലോട്ട് പോകുന്നു. അവിടെ നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതാകും. ആണ് ഇപ്പൊ പല സ്ഥലങ്ങളും ഈ കൊച്ചിയിലുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പല സമയത്ത് തോന്നും അതെ, ചില സമയത്ത് ഇത് എടപ്പള്ളി ബൈപ്പാസ് ആണോ പാലാരിവട്ടം ബൈപ്പാസ് ആണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിനർത്ഥം കൊച്ചി കുറച്ച് അതെ, ട്രിവാൻഡ്രത്തുനിന്ന് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ട്രിവാൻഡ്രമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറയാ. അങ്ങനെ ക്ലിൻറ്റൺ എത്തിരിക്കുകയാണ്. എന്താണ് താങ്ക് യു. ഫുള്ളിട്ടാണത്. ഫസ്റ്റ് സ്പോട്ട് ടൈഗർ ടോപ്പിയ. അങ്ങനെ നീണ്ടൊരു ഉറക്കത്തിന് ശേഷം എല്ലാവരും ഓണായിട്ടുണ്ട്. എടാ ഇത് ഞാൻ തെറ്റിദ്ധരിച്ചു, പട്ടിയായിരുന്നു. ടൈഗർ ടോപ്പി ആക്ച്വലി ടൂർലക്സ് ഹോളിഡേയ്സിൻ്റെ പാക്കേജിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഗൈഡ് തന്നെ പോയി ടിക്കറ്റൊക്കെ നമുക്ക് എടുത്ത് തന്നോളൂ. ഇതിനകത്താണ് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ചത്തെല്ലാം ചമഞ്ഞ കിടക്കണോന്നുള്ളത് കൊണ്ടിട്ടാണോ മുടിയൊക്കെ ഇരുന്നത്? ഇല്ല, നമ്മളിതൊക്കെ ഇങ്ങനെ കാണാ. എടാ ഒരു ചങ്ങലയുടെ ഒക്കെ സൗണ്ട്.
2 ധൈര്യശാലികളാണോ? എന്താണ്? ഓക്കെയാണ്. അതെ, ഇതാണ് സാധനം. ഇതാണ് ഫോട്ടോ വിത്ത് ടൈഗർ. ഏത് ബെഞ്ച്? ലോക്കൊക്കെ കണ്ടട്ടെ. പുള്ളി ലോക്ക് തന്നെ പൊട്ടിക്കാനുള്ള ശ്രമമാണ്. ഫയൽമാൻ ആദ്യം ചെല്ലേ. എന്താണ് ധൈര്യം ചോർന്ന് പോയാ? ആ ഫോട്ടോ നല്ല ഫോണുണ്ട്. ഐഫോൺ 15 Pro. ആ എടാ ജെഫിന് വാടാ. ഫുഡ് ഉണക്കാനിട്ടേക്കണോ അല്ലേ? ചേച്ചി പല്ല് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്താണ് അതിന്റെ ഉണ്ട് എന്താണ് അതിന്റെ ഒരു ആസ് എ ഡെന്റിസ്റ്റ് എന്താ പറയാനുള്ളത്? എന്ത് ഒന്നും പറയല്ല. പിന്നെ മോളാറും പ്രീ മോളാറും ഉണ്ട്. ഇൻസിസ്റ്ററൊക്കെ കറക്റ്റാണോ? ഒറ്റ നേരയിലാണോ ഉള്ളത്? ഓർത്തോ ചെയ്യേണ്ടി വരുമോ? അതെ. അവൾ പറഞ്ഞ സന്ത ഇതാണ് മാലക്രോഷൻ. ഇത് കുറച്ചും കൂടി വലിയ ക്രോക്കോഡൈലാണ്. ഇത് ഈ കാണുന്നതാണ് ഇതിലെ ഏറ്റവും പ്രായം കൂടിയത്. 50 വയസ്സായെന്നൊക്കെയാണ് പുള്ളി പറയണത്. തള്ളാണോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഇതിന് ഒരു ദിവസം 110 കിലോയാ. ഒരു ദിവസം 110 കിലോ ഫുഡ് ചിക്കനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് മാത്രമായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്ത അത് ഫാമിലാണെങ്കിലാണ്. ഫാമിൽ ഒരാഴ്ചയിൽ 50 കിലോ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ദിവസം 110-150 കിലോ ചിക്കൻ കൊടുക്കുമെന്നൊക്കെയാണ് പറയണത്. എന്താണ് അല്ല അതിനെപ്പറ്റി പറയാനുള്ളത്? ഓക്കെ, നിന്റെ കടയിലെ പട്ടിക്ക് അതിൽ കൂടുതൽ ഫുഡ് നീ കൊടുക്കല്ലേ? വിത്ത് ഫറിലെ കേരളത്തിലെ ആദ്യത്തെ പെറ്റ് കഫേ മുതലാളിയാണ് അലൻ. വെണ്ണല, എറണാകുളം വെണ്ണലയിലാണ് അലൻ്റെ കഫേ. അവിടെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം. പോരെ അതില്ലേ? ഇത് തീരെ പൊടിയായിട്ടുള്ള ക്രോക്കോഡൈലാണ്. ഇതേതൊക്കെ ഒന്ന് എഴഞ്ഞുകൊണ്ട് ഇവിടെ ഉറങ്ങിടപ്പുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. ക്രോക്കോഡൈലിൻ്റെ മുട്ട കാണിച്ചു തരാം. ഇതാണ് ക്രോക്കോഡൈലിൻ്റെ മുട്ട. ഇതിൽ നിന്നാണ് അവർ വിരിഞ്ഞ് വരുന്നത്. ഞാൻ ഇത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ പ്രസവിക്കണമെന്നാണ്. പക്ഷെ അത് മുട്ടയിട്ട് വിരിഞ്ഞ് വന്ന ഐറ്റമാണ്. ജീവനുണ്ടോ? മുട്ട അടിക്കാൻ കിട്ടുന്നു കടയിലത്തേക്ക്. ഇത് മറ്റേതാടാ. എവിടെ കടയിരിക്കണാണോ? വായ അടിച്ച് വെച്ചേക്ക്. കണ്ട ഇവര് വായിൽ ആക്ച്വലി ടേപ്പ് ഒട്ടിച്ച് വെച്ചേക്കാണ്. അപ്പൊ അത് കാരണം കടിക്കില്ല. ഞാനൊന്ന് തൊട്ട് നോക്കട്ടെ. ആദ്യമായിട്ടാണ് ക്രോക്കോഡൈലിന്റെ മേത്ത് തൊടുന്നത്. ഭയങ്കര റഫായിട്ടുള്ള പാമ്പിന്റെ പോലത്തെ ഇതാണെന്നാണ് അവര് പറയുന്നത്. ഓ വെരി സോഫ്റ്റ്. ഞാൻ നിന്നോട് ചോദിക്കാനുള്ളത് എന്താണ് നിനക്ക്? വളരെ മികച്ചൊരു പാർക്കായിരുന്നു. പുലിനെ കാണാൻ പറ്റി. തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നും പറയാനില്ല. നമ്മൾ ആരായാലും വന്ന് കണ്ട്
അത്ഭുതപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടെ എല്ലാവരും. അതെ, അതിനെനിക്ക് തായ്ലാൻഡ് സർക്കാരിനോടും എല്ലാവരോടും. നമ്മളിപ്പോൾ ഉള്ളത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഇതാണ് എൻട്രൻസ്. ഇവിടെയൊക്കെ എല്ലാവരും എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഈ സാധനം QR കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് മ്യൂസിയം വരുന്നത്, മാർക്കറ്റല്ല. ഇത് ഏതൊരു പഴയ ഷിപ്പിൻ്റെ ഒരു പരിപാടിയാണ്. പൈപ്പർ. ഇതാണ് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഉൾവശം. ഇതിവിടെ വെള്ളം ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ കടകൾ. അത്യാവശ്യം നല്ലൊരു എസ്തെറ്റിസിറ്റി ഉള്ളൊരു സ്ഥലമാണ്. ഓക്കെ, ചെറിയൊരു മ്യൂസിക് ഷോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടൈം കഴിയുമ്പോഴായിരിക്കും ഇതൊക്കെ ഓണാവുക. പിന്നെ ഇവിടെ കുറച്ച് പെയിന്റിങ്സ് ഉണ്ട്. ജെസ്സി മാംഗോ. ഇത് കണ്ടില്ല, ഇത് ഇവിടുത്തെ കറങ്ങി തിരിക്കുന്നു. വേണം ചെയ്തു ചെയ്തു ചെയ്തു. കണ്ടില്ല കണ്ടില്ല. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടുള്ള അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ബോട്ടിൽ കയറാൻ പോണേ. പിന്നെ നമ്മളിപ്പം ചെറിയൊരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് ഷോപ്സാണ്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇതൊന്നും റെഫറൻസ് പറയാൻ പറ്റാത്ത സ്ഥലമാണ്. നമ്മളിപ്പോൾ നാട്ടിൽ പല സ്ഥലങ്ങളും കാണിച്ചിട്ടുള്ളത്, നാട്ടിൽ ഈ സ്ഥലം ആ സ്ഥലം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ എവിടെ ഇല്ലാത്തൊരു സംഗതിയാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു നല്ലൊരു സ്പോട്ട്. ഒരു കിടിലം വണ്ടി തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ജീപ്പിൻ്റെ മോഡ് ഒരു വഞ്ചി. അടുത്ത എന്നിട്ട് പ്രളയത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കോട്ട് സെറ്റുകൾ ഉണ്ട് കേട്ടോ. അതെ അതെ. ഇവിടെ എന്തിൻ്റെയൊക്കെ കോഴിക്കാലുണ്ട്. ഇതൊക്കെ എന്തിൻ്റെയൊക്കെ കാലാണ് ഒന്നും മനസ്സിലാവുള്ളൂ. വാട്ട് ഈസ് ദിസ്? ഡക്ക്. താറാവിൻ്റെ കാലും തലയും ഒക്കെയാണുള്ളത്. നോക്കണ്ടോ? ട്രൈ ഉണ്ടോ? കാലിഷ്. ഓക്കെ. വാട്ട് ഈസ് ദിസ്? പോർക്ക്. ഓക്കെ, ഇത് പോർക്കാണ്. ഇത് മറ്റേ ഞണ്ടാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വാട്ട്സ് ദിസ്? ഇതുണ്ടോ? ഓക്കെ, മുതലയുടെ ഇറച്ചി ഇവിടെ കിട്ടും. മുതല ബാർബിക്യൂ, ക്രോക്കഡൈൽ ബാർബിക്യൂ. ജിസി മുതലയുടെ ബാർബിക്യൂ ട്രൈ ചെയ്യണ്ട? എനിക്ക് ധൈര്യത്തിൻ്റെ ഇതല്ല, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ഡേ ആയത് കാരണം ശോകമാവോ എന്നുള്ളതാണ് പ്രശ്നം. അവസാനം ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. ഒരെണ്ണം മേടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി എല്ലാവർക്കും മേടിക്കാം. കണക്കുകൂട്ടലുകളൊന്നും ശരിയാവുന്നില്ലല്ലോ അവല്. മൊത്തം പാളി കിടക്കുകയെന്ന് തോന്നുന്നു. ടെൻഷനാണല്ലേ നീ? അമ്മക്ക്
നല്ല എക്സ്പ്രഷൻ കമണ്ണീന, നല്ല എക്സ്പ്രഷൻ ഇടറേ, നല്ല എക്സ്പ്രഷൻ ഇടറേ. നൈസ് ആക്ടിങ് നീന, നൈസ്. അടുത്തൊരു സാധനം ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോണത് ഇവിടെ തന്നെ മിനി പാൻ കേക്ക് സീ ഫുഡ്. ആക്ച്വലി ഇതിൽ ചെമ്മീൻ, കൂന്തള്, മ്യുസൽ എന്ന് പറഞ്ഞ എന്താ സാധനം എനിക്കറിയാമുള്ള ക്രാബ് സ്റ്റിക്ക്, ഞണ്ടിൻ്റെ ഇത്. അപ്പം അതും കൂടി ഒരു നമ്മുടെ ഈ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കണ പോലത്തെ ഒരു എന്താ ചട്ടി, ചട്ടിയിൽ ഇവരൊരു 7 പീസ് മിനി പാൻ കേക്കാണ്. അതിന് 60 തായ് ബാത്താണ് അവർ പറഞ്ഞത്. പക്ഷെ ഡിസ്കൗണ്ടിൽ നമുക്ക് 50 രൂപയ്ക്ക് അവർ സെറ്റാക്കി തരുന്നുണ്ട്. 50 തായ് ബാത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ആക്ച്വലി ഇംഗ്ലീഷ് അറിയുമ്പോഴുള്ള ഞങ്ങളെ ആംഗ്യ ഭാഷയിലൊക്കെ മനസ്സിലാക്കി കൊടുത്ത് നമുക്ക് മധുരമുള്ള സോസ് ഒഴിച്ചാൽ മതിയെന്ന്. പിന്നെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇത് എന്താണ് കിടന്ന് കറങ്ങണേന്ന്. പിന്നീട് മനസ്സിലായത് ഈച്ച വരാണ്ടിരിക്കാനുള്ള ഒരു ടെക്നോളജിയാണ്. നമ്മുടെ നാട്ടിലും ഇത് പരീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്. അടുത്ത സാധനം പോർക്ക് റിബ് അല്ല, ഇതല്ലേ നീ കഴിക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്ന നമ്മള് ഒന്ന് സാധനം വന്ന്. ഓക്കെ, ഒരു പോർക്ക് റിബ് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ പോർക്ക് കഴിക്കാറില്ല, ജിസിങ് കഴിക്കാറില്ല. എങ്ങനെയുണ്ടെന്ന് നാട്ടിലെ ജ്യൂസി അല്ല. ക്ലിൻ്റെ കഴിച്ചോ? ഫിനാൻസ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തായ് ചേച്ചി ഇതിലോട്ട് എടുത്തിരുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവുമെന്ന് കഴിച്ചുകൊണ്ട് പറയാം. ഓക്കെ, ഞാൻ ആക്ച്വലി ചെമ്മീൻ്റെ ഒരു സാധനമാണ്. ചെമ്മീൻ ഹാഫ് കുക്ക്ഡാണ്. പക്ഷെ അതിൻ്റെ താഴത്തുള്ള പാൻ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ജ്യൂസിയാണോ ജ്യൂസി ഉണ്ട്. അതിലല്ല നമ്മൾ മതിയടാ. ഈ പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അൽക്കസർ ഷോ കാണാനായിട്ടാണ്. പട്ടായയിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഷോ മിസ്സാക്കരുത്. നല്ല അടിപൊളി ഷോ ആയിരുന്നു. ആക്ച്വലി നിങ്ങൾ ഈ കാണുന്നത് ഗേൾസ് അല്ല, ആക്ച്വലി ഇത് ലേഡി ബോയ്സ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. അപ്പോൾ ഈ ഷോ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 hour അടുത്ത് ഈ ഷോ ഉണ്ടായിരുന്നു. ഈ ഷോ അടിപൊളിയായിരുന്നു, ഭയങ്കര കൈയടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ ഒപ്പം ഫോട്ടോ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിന് 100 തായ് ബാത്ത് എന്തോ കൊടുക്കണം, പെയ്ഡാണ്. ഞങ്ങളാരും പോയിട്ടില്ല, ഇതുപോലെയൊക്കെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോകുന്നു. ഇതെല്ലാം ലേഡി ബോയ്സ് ആണ്. അപ്പോൾ ഈ ഷോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്, നല്ല ഇൻട്രസ്റ്റിംഗ് ഷോ ആണ്. അങ്ങനെ ഞങ്ങൾ അൽക്കാസർ ഷോ ഒക്കെ കണ്ട് വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ വാക്കിംഗ് സ്ട്രീറ്റ് പക്ക ഒരു ബാച്ചിലർ സ്പോട്ടാണ് ആക്ച്വലി. ഈ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ ഫുള്ള് പബ്ബും ക്ലബ്ബും അങ്ങനത്തെ കുറേ സ്പോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വന്നാറ് അധികം അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും ഞാനങ്ങനെ മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്ക് ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കൂടുതലും ബാച്ചിലേഴ്സായിട്ട് പോകാൻ പറ്റുന്നൊരു സ്പോട്ടാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 1 ഇത് അവസാനിക്കുകയാണ്. ഒരു അടിപൊളി ഡേ ആയിരുന്നു. കാരണം നമ്മൾ ഈ പാക്കേജ് എടുത്ത് വന്നത് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ക്യൂ നിൽക്കുകയോ അല്ലെങ്കിൽ ഇന്ന സ്ഥലം പോയി അന്വേഷിക്കുകയോ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഓൺ ടൈം ആയിരുന്നു. നമ്മൾ വണ്ടി കയറിയിരിക്കുക, ഒരു സ്ഥലത്ത് ഇറക്കും, അവിടെ നമുക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാം, എന്നിട്ട് കറക്റ്റ് സമയത്ത് നമ്മൾ തിരിച്ചു വരിക, അടുത്ത സ്പോട്ടിൽ പോവുക, അങ്ങനെയായിരുന്നു.
അപ്പം അത് കാരണം നമുക്ക് ട്രിപ്പ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഇത് ഈ പാക്കേജിൽ ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റേ ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് അതും ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ടൈഗർ ടോപ്പിയുടെ ടിക്കറ്റും അൽക്കസർ ഷോയുടെ ടിക്കറ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നൊരു 10 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് ഈ വാക്കിംഗ് സ്ട്രീറ്റിലേക്ക്. അപ്പം പട്ടായയിലെ ഒരു അടിപൊളി നൈറ്റ് സ്പോട്ടാണ്. അപ്പോൾ ഇത് ഒരു കാരണവശാലും മിസ്സാക്കരുത്. അപ്പോൾ ഇപ്പോൾ ഡേ 1 ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഡേ 2 നമ്മൾ പട്ടായയിൽ തന്നെയായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അണ്ടർ സീ വാക്കിംഗ്, പിന്നെ പാരാ സെയിലിങ്ങും അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ ചെയ്തത് ഡേ 2-ലായിരുന്നു. ആ വീഡിയോ നമ്മൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു മാജിക് ഷോ ആണ്. ഇത് കാണാൻ എൻജോയ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അവിടെ നിന്ന് വലിക്കേ എടാ നിനക്കപ്പോ 2 ഉണ്ടല്ലേ? പോയി നീന പോയി, സാരം പോയി, നീന പോയി.加入主播的粉丝团哈，主播给你做攻略，给你打骨折票价，主播这里有票的哈，不要眨眼睛，去看。让我们看看他的衣服烧焦了没有？哎，烟头不见了，不要。OK。看他的烟跑哪里去了？啊！脚乖点，点点。去哪里了？哦。烟怎么进去的？大家。എന്തേലും ഇട്ട് കൊടുക്കാൻ.大家。